ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം രൂക്ഷമാകുന്നു. തോൽവി നേതാക്കളും നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടിയെന്ന് പ്രാദേശിക നേതാക്കൾ. മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കടുത്ത വിമർശനം. സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, പ്രാദേശിക നേതാക്കളുടെ വികാരം രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതാണ് തോൽവിക്ക് കാരണമെന്നാണ്. മറ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇവർ ഉയർത്തുന്നത്? ഷമി, വലിയ രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർ നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങളിൽ, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ പരാജയമാണ് ചേലക്കരയിൽ ഉണ്ടായത് എന്നാണ് ഈ ഗ്രൂപ്പിനകത്ത് പറയുന്നത്. കോൺഗ്രസിനുള്ളിലെ തർക്കം ഇതോടെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നേതാക്കളും നേതൃത്വവും യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ രമ്യ ഹരിദാസ് MP ആയിരുന്ന സമയത്ത്, ആലത്തൂരിൽ MP ആയിരുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ KPCCക്കും DCCക്കും നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ വീണ്ടും രമ്യയെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പരാജയമായി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം MP ആയിരുന്ന സമയത്ത് പോലും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം. MP ആയതിനു ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് ചേലക്കരയിൽ സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് മാത്രമാണ് MP എന്നുള്ള നിലയിൽ അവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഈ MP ആയി ജയിച്ചു പോയ ശേഷം ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുകയോ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വരികയോ പാർട്ടി പ്രവർത്തകർ വിളിച്ചിട്ട് പോലും വരാത്തൊരു സമീപനമാണ് രമ്യ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രമ്യയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഒഴിവാക്കണമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നതെന്നാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയുന്നത്. മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിലെ പ്രവർത്തകരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലാണ് ഇത് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്താൻ മാത്രമാണ് രമ്യ ഹരിദാസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയത് ഉപകരിച്ചു എന്നുള്ളതാണ്. നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമായിരുന്നു. രമ്യ 5 വർഷം പരിചയമുള്ള ഓരോ കോൺഗ്രസ്സുകാർക്കും, നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും രമ്യയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.